ശശിയേട്ടൻ, നമുക്ക് കണ്ണൂർ നഗരത്തിലേക്ക് ഇറങ്ങിയാൽ കാണാം പുതിയതൊരു മുതൽ താഴെ ചൊവ്വരെ ടാറിങ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റെപ്പ് പോലെയാണ് റോഡിൻ്റെ അവസ്ഥ. അതുപോലെയാണ് ഇപ്പോൾ കാൽടെക്സിൽ വലിയൊരു ഗർത്തം രൂപപ്പെടുകയുണ്ട് കഴിഞ്ഞ ദിവസം. ഇപ്പോൾ വാഹനങ്ങളൊക്കെ, അതായത് നേരെ പോകേണ്ട വാഹനങ്ങളൊക്കെ ഇപ്പോൾ ചുറ്റി വളഞ്ഞ് നഗരം മൊത്തം ഒരു വലിയൊരു ഗതാഗത കുരുക്കിലാണുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഓണവും അങ്ങനെയുള്ള ഉത്സവങ്ങളൊക്കെ വരികയായി. ആ ഒരു സമയത്താണ് ഇവിടെ ഈ ഒരു കാൽടെക്സിൽ ഇങ്ങനെയൊരു ഗർത്തം, അല്ലെങ്കിൽ പുതിയതായിട്ട്, അതായത് ഇതുവരെ കാണാത്ത ഒരു കുഴി, ഏകദേശം ഒരു 50 വർഷം പ്രായമുണ്ടാവും കുഴിക്കെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കുഴിയല്ല. ഇവിടെ കോർപ്പറേഷൻ ഒട്ടാകെ പരിശോധിച്ചാൽ, നമ്മുടെ പ്രധാനപ്പെട്ട നഗര വീഥികളിൽ റോഡുകൾ പരിശോധിച്ചാൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ഗർത്തങ്ങൾ കാണും. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്, സാധാരണ നമുക്കറിയാം, ഒരു അപകടം വന്നാൽ മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ. ആ അപകടം വരുന്നതിന് മുൻപ് അതുവരെ ചിന്തിക്കില്ല. ഉദാഹരണമായി ഇപ്പം പറയാം, നമ്മുടെ താവക്കര പഴയ ബസ്സിനുണ്ട് അണ്ടർ ബ്രിഡ്ജ്. എത്ര വർഷം പഴക്കമുള്ള അണ്ടർ ബ്രിഡ്ജാണ്. ട്രെയിന് പോകുന്നതാണ് അവിടെ വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ടിൽ അതിലൂടെ ട്രെയിന് പോകുന്ന അതിൻ്റെ ഒരു ബലം പരിശോധിക്കാൻ ആരെങ്കിലും എപ്പോഴെങ്കിലും പരിശോധിച്ചൊന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതവിടെ ഒരു അപകടം വന്നാൽ സ്വാഭാവികമായും 4 ഭാഗത്തുനിന്ന് ആൾ ഓടിക്കൂടും, അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കും. അതുതന്നെയാണ് ഈ കാൽടെക്സ് സംഭവിച്ചത്. ഈ കാൽടെക്സിൽ നേരത്തെ ഒരു കുഴി ഉണ്ടായിരുന്നു, വർഷങ്ങൾക്കും ഒരു കുഴി ഉണ്ടായിരുന്നു, മാസങ്ങൾക്കും ഒരു കുഴി ഉണ്ടായിരുന്നു. അത് എങ്ങനെയോ അടച്ചു. മിനിഞ്ഞാന്ന് ഞാനിവിടെ ഈ കുഴി ഇവിടെ കാണുമ്പോൾ ഞാൻ രാവിലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ നമ്മളെ MLA, അതുപോലെ തന്നെ SP ഉൾപ്പെടെ ആളുകൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇത് പൊളിക്കുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു. ഈ കുഴി ഒരു മിനിഞ്ഞാന്ന് ഞാൻ വന്നപ്പോൾ ഒരു ചെറിയൊരു ഹോൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു കപ്പിൻ്റെ വലുപ്പത്തിലൊരു ഗ്ലാസിൻ്റെ വലുപ്പത്തിലൊരു ഹോളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിലൂടെ നമ്മൾ ശ്രദ്ധിച്ചപ്പോഴാണ് വളരെ വിശാലമായ ഒരു കുഴി കാണുന്നത്. അതിൻ്റെ അടിയിലൊന്നുമില്ല. എങ്ങനെയാണ് അത് നിന്നേ നമുക്കറിഞ്ഞൂടാ. അങ്ങനെ എൻ്റെ മുൻപിന്നാണ് ഇത് പൊളിക്കാൻ ആരംഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കലക്ടർ ഉൾപ്പെടെ ആളെ മുൻപിന്നാണ് ഇത് JCB വന്ന് അതിൻ്റെ ഉത്തരവാദിത്തത്തോട് പൊളി ആരംഭിക്കേണ്ട അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് പൊളിച്ചപ്പോൾ 8 ഇഞ്ചോളം കനത്തിലുള്ള സ്ലാബ് നിലനിൽക്കുന്നത് വായുവിലാണ്. നമുക്കറിയാം, സാധാരണ ഒരു ഭിത്തി കെട്ടുമ്പോഴും ഒരു സ്ലാബ് വാർക്കുമ്പോഴും അതിന് വളരെ വൃത്തിയായ ഒരു ഭിത്തി അതിനുണ്ടാവണം. ആ ഭിത്തിയിലാണ് നമ്മൾ സാധാരണ സ്ലാബ് ഇടുക. ഇവിടെ ഞാൻ കാണുന്നു, വർഷങ്ങൾക്ക് മുൻപേ അവിടെ ഒരു ഭിത്തി കെട്ടിയിട്ടുണ്ടാവാം. പക്ഷേ ഈ പൊളിക്കുന്ന സമയത്ത് അവിടെ ഭിത്തിയില്ല. ഈ ഉരുളങ്കല്ല് മുഴുവൻ അവിടെ നിന്ന് ഈ ബോർഡർ മുഴുവൻ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടപ്പെട്ട സമയത്ത് പിന്നെ പൊളിക്കുമ്പോഴേ ആലോചിക്കണം, അതിൻ്റെ മേലെ 8 ഇഞ്ചോളം കനത്തിൽ താറിട്ടിരിക്കുന്നു. ഓരോ മെറ്റലിൻ്റെ സമയത്തും ഇതിൻ്റെ താഴത്തിലൂടെ ഇതിൻ്റെ ബലം പരിശോധിക്കുന്നതിൻ്റെ തെളിവാണ് അതിൻ്റെ മീതെ ഈ ബലം ഈ റോഡ് ഇട്ടിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത്രയും ലോഡ് താങ്ങുന്നു. നമുക്കറിയാം, കണ്ണൂരിൽ നിന്ന് വളരെ എളുപ്പത്തിൽ പോകുന്ന കലക്ട്രേറ്റ് വഴി താവക്കരയിലേക്ക് പോകുന്ന റോഡിൻ്റെ പ്രധാന, അതായത് പുതിയ പഴയ ബസ് സ്റ്റാൻഡ് വരെ പോകുന്ന ഒരു മെയിൻ വഴിയാണിത്, ഈ ജംഗ്ഷൻ. ഇതിലൂടെ കുതിച്ചു പോകാൻ വണ്ടിയുടെ സ്പീഡ് ചെറുതല്ല. ഇതിൻ്റെ അടിയിൽ ഇത്രയും വലിയൊരു ബസ്സൊക്കെ പോകുമ്പോഴും ഇന്നലെ മിനിഞ്ഞാന്ന കുഴി പ്രത്യക്ഷപ്പെട്ടത്, കുഴി ഒരു ദൈവം കാണിച്ചിരുന്ന ഒരു വഴിയാണ്. അതുപോലെ തന്നെ ശശിയേട്ടാ, കഴിഞ്ഞ വർഷത്തിൻ്റെ അതിൻ്റെ മുമ്പിലത്തെ വർഷമൊക്കെ ഇവിടെ ഒരു കുഴിയിൽ ഒരു ചെറിയൊരു നേരത്തെയും ഒരു കുഴി ഉണ്ടായിട്ട് അത് പേച്ച് വർക്ക് ഇരിക്കുന്നു. ഞാൻ പറയുന്നതാണ്, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. അവിടെ ആ പേച്ച് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ കുഴിയെ സംബന്ധിച്ചാലും അതിൻ്റെ അടിയിൽ അത് ചെയ്യുമ്പോഴും ഒരു വർക്ക് ചെയ്യുമ്പോഴും അതൊരു അല്പം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കുമായിരിക്കും. ആ മാറ്റി നോക്കിയിരുന്നെങ്കിൽ ആലോചിക്കണം, ഏകദേശം 6 അടിയോളം വരുന്ന ഈ സ്ലാബ് അത് നിലനിൽക്കുന്നത് വായുവിലാണ്. അതിൻ്റെ അടിയിൽ ഒരു ഭാഗത്ത് കുറേ പൈപ്പ് ലൈന് പോയിട്ടുണ്ട്. ആ പൈപ്പ് ലൈനിൻ്റെ മേലെ തട്ടിയിട്ടാണ് നിൽക്കുന്നത്. ആലോചിച്ച് ഇതിനെ മേലെ ബസ്. എന്നാൽ ഒരു മെറ്റലിങ്ങുകാരൻ ഒരു താരിടുന്ന പേർക്ക് കരാർ കൊടുക്കുമ്പോൾ ഒന്നുകിൽ അവൻ്റെ ശ്രദ്ധപ്പെടണമായിരുന്നു എന്താണ് ഈ സംഭവിച്ചത്. അമർന്നമർന്ന് പോകുന്നു. ഈ അമരാനുള്ള കാരണം അടിയിൽ അതായത് വേലിക്കെട്ടിലല്ല, അതിൻ്റെ ഭിത്തിയിലല്ല ഈ സ്ലാബ് നിൽക്കുന്നത്. അത് അത്ര ടു ഡേഞ്ചറസ്. ഞാൻ മനസ്സിലാക്കുന്നത് ടു ഡേഞ്ചറസ് എന്ന് പറയാൻ കാരണം, ഇതിലൂടെ പോകുന്ന ബസ് പോകുമ്പോൾ ഒരു പെട്ടെന്ന് ആ റോഡങ്ങ് അമർന്നു പോയാൽ ബസ്സിലൊരു വലിയൊരു അപകടമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കുട്ടികളോ, നമുക്കറിയാം, രാവിലെയുള്ള ബസ്സിൻ്റെ തിരക്കുകളൊക്കെ അറിയാം. അങ്ങോട്ടേക്ക് പോകുമ്പോൾ സ്കൂൾ കുട്ടികൾ, സാധാരണ എന്താ പറയേണ്ട നാട്ടുകാരടക്കം പോകുന്ന ബസ് ഒന്ന് അമർന്നു പോയെങ്കിൽ ഇതുകൊണ്ട് ബസ് അടിക്കുകയും നേരെ ഫ്രണ്ട് വെച്ച് ബസ് മലക്കമറിയുമായിരുന്നു. ആ കുഴിയുടെ സ്ലാബ് മിനിഞ്ഞാന്ന് നമ്മുടെ കലക്ടറുടെ നേതൃത്വത്തിൽ സ്ലാബ് നീക്കപ്പെട്ട ഒരു അനുഭവമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇവിടെ മാത്രം, എവിടെയോ എത്രയല്ലോ കണ്ണൂർ നഗരത്തിൽ
കണ്ണൂർ നഗരത്തിൽ എത്രയോ ഇതേപോലുള്ള കൾവർട്ടുകളുണ്ട്. പുതിയ നമുക്കറിയാം മാനവാറിൻ്റെ പുറത്തെ കൾവർട്ട്. ഓരോ സ്ഥലങ്ങളിലും കൾവർട്ടുള്ള സ്ഥലത്ത് ഈ കൾവർട്ടുകളൊന്നും ഒരിക്കലും തന്നെ അതിൻ്റെ ബലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ബലക്ഷയം വന്ന ഒട്ടുമുക്കാലും കൾവർട്ടുകൾ ഇതേപോലെ ഇവിടെ നമ്മുടെ ഇവിടെ ഈ കണ്ണൂർ നഗരമധ്യത്തിലുണ്ട്. പരിശോധിക്കുന്നുണ്ടോ? ഇല്ല. ഒരു മരം മുറിക്കുന്നുണ്ടെങ്കിൽ മരം പൊട്ടുവിടാൽ മരം മുറിക്കും, അപ്പോൾ നടപടി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, നമ്മുടെ ബഹുമാനപ്പെട്ട പുതിയ കണ്ണൂർ ജില്ലാ കലക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒറ്റക്കെട്ടായി സഡൻ നടപടി എന്ന് നമ്മൾ ചുവപ്പ് നാടിൽ കുടുങ്ങാത്തൊരു നടപടി ആരംഭിച്ചിരിക്കുന്നുള്ള ഏറ്റവും വലിയ വസ്തുതാപരമായ ഒരു സന്തോഷം നമ്മൾ അറിയിക്കാം. കാരണം നമുക്കറിയാം ഈ വരുന്ന ദിവസം ഓണമാണ്. ഈ ഓണത്തിൻ്റെ തിരക്ക് ഇന്നിപ്പം ഈ റോഡ് ബ്ലോക്കായപ്പോൾ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ ജനങ്ങൾ ബുദ്ധിമുട്ട് നമ്മൾ കാണുക. ഞാനിപ്പോൾ എൻ്റെ വീട് വഴി വരുമ്പോൾ ആ കട്ട് റോഡിലോട്ട് എല്ലാ ബസ്സും വണ്ടികളും പോകുന്നത്. ഇതേപോലെ തന്നെ ടൗണിലെ നാനാഭാഗങ്ങളിലും അവിടെ റോഡ് ബ്ലോക്കായിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇന്ന് വാഹന പെരുപ്പം നമുക്കറിയാം. ഒരു വണ്ടിയല്ല, ഒരാൾക്ക് 5ഉം 6ഉം വീതം വണ്ടിയുള്ള സമയത്ത് ആ വണ്ടി മുഴുവൻ എതുവഴിയെ പോവുക, ആ വണ്ടി പോകും. അപ്പോൾ അതിനുള്ള സൗകര്യം നമ്മുടെ ഏക അവലംബം എന്ന് പറയുന്നത് നമ്മുടെ റോഡുകളാണ്. ഈ റോഡിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ വേണ്ട, ഒരു സ്ഥലത്ത് ഒരു ട്രാഫിക് ബ്ലോക്കായാൽ നമുക്കറിയാം ഒരു 5 മിനിറ്റ് കൊണ്ട് അവിടെ വരുന്ന വാഹനം കൊണ്ട് നിര നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു സംവിധാനം ഇനിയെങ്കിലും തന്നെ നമുക്കറിയാം. ചിലപ്പോൾ റോഡ് മെറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നത്, കോൺട്രാക്ടർ പറയുന്നത് 1.5 ഇഞ്ച് കനം ഇടാനേ നമുക്ക് നിയമം അനുവദിക്കുന്നുള്ളൂ, അത്രമാത്രം ഇടണ്ടോ എന്നാണ് പറയുന്നത്. ഈ 1.5 ഇഞ്ച് കനത്തിൽ സിമെൻറ്റ് ചേർത്ത് നമുക്കറിയാം. പാലം പിടിഞ്ഞ അനുഭവം നമ്മൾ പറയേണ്ട ആവശ്യമല്ലോ. പുതിയ നാഷണൽ ഹൈവേ ഇടിഞ്ഞു വീണ് നമുക്കറിയാം എന്താണ് ഇടുന്നത്, ആരാണ്. ഒരു എഞ്ചിനീയർ, ഞാൻ ഒരു തവണ കണ്ണൂർ കോർപ്പറേഷനിൽ നമ്മുടെ AXയോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. AX ഞാനിവിടെ നഗരസഭയുടെ സ്വാതന്ത്ര്യ സമരം വാർക്കുമ്പോൾ എനിക്ക് അതിൻ്റെ മെത്തേഡിന് പറഞ്ഞത് ടൈ ബീം, പിന്നെ ഡബിൾ ലെഗ് മെത്തേഡൊക്കെ പറഞ്ഞത്. ആകെ 3 അടി പിന്നെ തറയിൽ നമ്മളൊരു വലിയ 3 നില വീട് പൊന്തിക്കും. പക്ഷേ ഈ നിസ്സാരമൊരു പണി എന്നെക്കൊണ്ട് സത്യത്തിൽ കുരങ്ങ് കളിപ്പിച്ച് ഞാൻ അവർക്ക് അത് പറഞ്ഞ പോലെ ചെയ്തു. ഞാൻ അന്നേരം AXയോട് പറഞ്ഞൊരു വാക്കുണ്ട്, സാർ നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങളെ കോർപ്പറേഷൻ്റെ ഈ മേൽക്കൂരൊക്കെ ഒരു കുത്തു കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഇതെപ്പോഴും എന്ന് പറയാൻ ചില പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോൾ അവരെ നമ്മളെ സംബന്ധിച്ചുള്ള ഇത്തരം ചെയ്യുമ്പോഴും ഇവരിൽ നിക്ഷിപ്തമായ കാര്യങ്ങൾ നമുക്കറിയാം. എന്തുകൊണ്ട് ഇവർക്ക് ഇത്തരത്തിൽ നമുക്കറിയാം ഓവർസർ ഉണ്ട്, അതിൻ്റെ മേലെ സൂപ്പർവൈസ് എല്ലാ വിഭാഗം ആളുണ്ട്. പക്ഷേ ഈ അഴിമതി, ഇതിൽ കാണിക്കുന്ന പല അഴിമതിയിലാണ് പലപ്പോഴും നമ്മൾ സ്ലാബുകളായാലും പൂഴിയായാലും പിന്നെ എല്ലാം കുറച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് സംഭവിച്ചു പോകുന്നു. അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകീകരണ ഇല്ലായ്മ ഒരു പ്രശ്നമാണ്. അത് സ്വാഭാവികം. അത് നമ്മുടെ നിയമസംഹിത അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ PW റോഡാണെങ്കിൽ അത് PWക്ക് മാത്രം, NH ആണെങ്കിൽ NH മാത്രം, കോർപ്പറേഷൻ മാത്രം. അത് സ്വാഭാവികം. പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ ഈ സംഭവത്തെക്കുറിച്ചോളം നമുക്ക് ഒറ്റ ഏകോപനം കണ്ടു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, വിചാരിച്ചാൽ ഒരു നിമിഷം കൂടി നമ്മുടെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും. പക്ഷേ അതിനുള്ള മനസ്സ് വരുന്നില്ല. അതിന് മനസ്സ് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളോ ഇത്തരത്തിലുള്ള തകരാറുകൾ വരുമ്പോൾ മാത്രമേ ആ ഏകോപനം ഉണ്ടാവൂ. അത് നമ്മുടെ നിയമാതേ പോലും നമുക്കങ്ങനെ അതിനാണല്ലോ വകുപ്പ് തല ഓരോ തരങ്ങളിൽ വകുപ്പ് തിരിക്കുന്നത്. അത് നമുക്ക് കുറ്റം പറയാമല്ലോ. പക്ഷേ അടിയന്തരമായ കാര്യങ്ങളിൽ ഇതേ ഏകോപനങ്ങൾ അപകടം വരുന്നതിന് മുൻപായി, അതാണ് ഞാൻ അണ്ടർ ബ്രിഡ്ജ് ഉദാഹരണം പറഞ്ഞത്. നമ്മുടെ ബസ് പോകുന്ന പഴയ അണ്ടർ ബ്രിഡ്ജ് എപ്പോഴത് ഇടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കഥ ഡേഞ്ചറസ്. ട്രെയിന് പോകുന്നൊരു അണ്ടർ ബ്രിഡ്ജ് എൻ്റെ ഓർമ്മ വെച്ചിട്ട് എൻ്റെ അത്ര ചെറിയ വയസ്സിൽ പിന്നെ നിലനിർത്തിയ ഒരു അണ്ടർ ബ്രിഡ്ജ്, അവിടെ അടിയിൽ വെള്ളക്കെട്ടുമാണ്. അതിൻ്റെ ബലം എപ്പോഴാണ് ഇതേപോലെ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അണ്ടർ ബ്രിഡ്ജിൽ 2 ഭിത്തികളും തകർന്നുകൊണ്ട് ഒരുപാട് വഴിമുടങ്ങിയ അനുഭവങ്ങളുണ്ട്. ഊരിക്കെത്തുക നമുക്കറിയാം. അണ്ടർ ബ്രിഡ്ജിൻ്റെ 2 സൈഡുകളിൽ കെട്ടുന്ന ഈ ബോർഡർ കൊണ്ട് കെട്ടുന്ന ചെരുവുകൾ, ആ ചെരുവുകൾ സ്ലോപ്പില്ലാതെ സ്ട്രെയിറ്റിലേക്കാണ് ഇത് വാർത്തത്. ഏതാണ് മെത്തേഡ്? നമുക്കറിയാം കീഴ്ത്തല്ലി ഓവ് പാലം, പണ്ടത്തെ ആ കല്ലുകൊണ്ട് കെട്ടുന്ന ആ കല്ലിലെ ആ ഓവ് പോലെ ഇന്നും നിലനിൽക്കുന്നു. ഇന്ന് ബലം കൂടിയ കമ്പികൾ, ബലം കൂടിയ സിമെൻറ്റുകൾ, ബലം കൂടിയ പ്രവർത്തനങ്ങൾ, എന്നിട്ടാണ് ഈ അനുഭവം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ വർക്കിൽ കൃത്രിമം, അതിൽ നിന്നുള്ള കുംഭകോണം, ഇതിലൊക്കെയാണ് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള വാർപ്പുകളും റോഡുകളൊക്കെ സംഭവിച്ചു പോകുന്നത്. നമുക്കറിയാം മെക്കാഡൻ ടാറിങ് നമ്മൾ കേട്ടത്, ആ ടാർ ചെയ്ത 10 കൊല്ലത്തേക്ക് ടാറൊന്നും ചെയ്യേണ്ടതാണ്. എത്ര മെക്കാഡ് നമ്മൾ കണ്ടു, എത്ര വർഷമാണ് അത് നിന്നത് നമ്മൾ കാണണം. അതുകൊണ്ട് ഈ അഴിമതിയിൽ നിന്ന് മാറണമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്രയും നല്ല രീതിയിലുള്ള ഒരു നിയമത്തിൻ്റെ മാറ്റം നമുക്ക് ഈ ഉദ്യോഗസ്ഥർ നമുക്ക് കൊടുക്കാൻ അവരെ മേലെ നമുക്ക് ഇന്നലെ മിഞ്ഞാന്ന് ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി അവർ നമ്മൾ വായിച്ചു കണ്ടു. ആലോചിച്ചു നിങ്ങൾ, ആ 15,000 കൈക്കൂലി വാങ്ങേണ്ട ആ ഉദ്യോഗസ്ഥൻ 15,000 20,000 ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥന് 15,000 കൊടുത്തത്. അപ്പോൾ അതും ഉദ്യോഗസ്ഥനാണ്. ഈ നിയമം അംഗീകരിച്ചു കൊടുക്കേണ്ട ഉദ്യോഗസ്ഥനാണ്. ഇതാണ് ഓരോ മനുഷ്യനും. അവരൊന്നും കൽത്തുറുങ്കിൽ, അവരൊന്നും ഒരിക്കലും ഈ അധികാരത്തിൻ്റെ സ്ഥാനത്തിരുത്താതെ അവനൊക്കെ ഡിസ്മിസ് ചെയ്യണം, സസ്പെൻഡ് ഡിസ്മിസ് ചെയ്യണം. ആ രീതിയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും തുടർന്ന് ഇതൊരു പാഠമാണ്. ഇത് കണ്ണൂർ കാൽടെക്സ് നമ്മുടെ ഒരു പാഠമാണ്. ആ പാഠത്തിനെ കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരാൾക്ക് കൂടി അത് ഉപയോഗപ്രദമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള
നിങ്ങളെ പോലുള്ള ആളുകൾ, ചാനൽ പോലുള്ള ആളുകൾ ഇതിൻ്റെ പുറം ലോകം, ഇതിൻ്റെ ഭവിഷ്യത്തുകളും അതിൻ്റെ പോരായ്മകളും ചൂണ്ടിക്കാട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.